ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ്. അപ്പോൾ നമ്മൾ NSCയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ NSC എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി കാണുക. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് NSCനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ, നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സയൻസ് ഒളിമ്പ്യാഡ്, അതായത് ഒഫീഷ്യലി നടക്കുന്ന സയൻസ് ഒളിമ്പ്യാഡിൻ്റെ നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോകുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റേജസ് ആയിട്ട് നോക്കാം. സോ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് ആണ് ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത്. അതായത് NSCP, NSCC, NSCB, NSCA ആൻഡ് NSCJS. അത് നമ്മൾ NSCJSനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ കിടപ്പുണ്ട്. അതിൻ്റെ ഫ്രീ കോച്ചിങ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും നമ്മൾ NSC ആണ് ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഓൾമോസ്റ്റ് നവംബർ ലാസ്റ്റ് വീക്കാണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നവംബർ ലാസ്റ്റിലേക്കാണ് എക്സാം സാധാരണ എല്ലാ വർഷവും നടക്കാറുള്ളത്. ഈ വർഷം നമുക്ക് നവംബർ 23rd നമ്മൾ എക്സാം നടക്കുന്നത്, ഓൾറെഡി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, റൈറ്റ്? അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് NSC അല്ലെങ്കിൽ നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ആണ്. സെക്കൻഡ് സ്റ്റേജ് വരുന്നത് ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ INO എക്സാമിനേഷൻ ആണ് വരുന്നത്. അത് ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ് നടക്കാറുള്ളത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറി ആയിട്ടാണ് എക്സാം നടക്കാറുള്ളത്. അതിനുശേഷം വരുന്നതാണ് സ്റ്റേജ് 3 അല്ലെങ്കിൽ ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ്സ് അല്ലെങ്കിൽ OSSC എന്ന് പറയുന്ന OCSC എന്ന് പറയുന്ന ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ്സ് എന്ന് പറയുന്ന സ്റ്റേജ് ആണ് മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ സ്റ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാലാമത്തെ സ്റ്റേജ് വരുന്നത് പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ്. അഞ്ചാമത്തെ സ്റ്റേജ് ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണലി നമുക്ക് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്റ്റേജ് 5 ആണ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്സ് അല്ലെങ്കിൽ IO എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റേജസ് എങ്ങനെയാണ് നടക്കുന്നത്, എപ്പോഴാണ് ഓരോ സ്റ്റേജസിൻ്റെയും ടൈം പീരീഡ് ഉണ്ടാവുക, ഇക്കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് അറിയാം NSC ആണ്, നാഷണൽ സയൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ NSC ആണ് നടക്കുന്നത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ ഇന്ത്യൻ സയൻസ് ഒളിമ്പ്യാഡ്, ഇന്ത്യൻ സയൻസ് ഒളിമ്പ്യാഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, NSC എന്ന് പറയുന്നത്. NSCനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓർഗനൈസ്ഡ് ബൈ ദി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ്, അതായത് IAPT എന്ന് പറയുന്ന സംഘടനയാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സാം NSC എന്ന് പറയുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ HBCSC എന്ന് പറയുന്ന അവരുടെ കൊളാബറേഷൻ അല്ലെങ്കിൽ അവരുടെ അണ്ടർ ദ സൂപ്പർവിഷനിലാണ് ഈ ഒരു എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി NSC എക്സാംസ് ആർ ടിപ്പിക്കലി ഹെൽഡ് ആനുവലി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് നവംബറിന്റെ എൻഡിലാണ് ആനുവലി നടക്കാറുള്ളത്. നമ്മൾ ഈ വർഷം നടക്കുന്നത് നവംബർ 23rd ഓക്കെ, നവംബർ 23rd നമുക്ക് നമ്മുടെ NSCJSഉം NSCBയും NSCPയും എല്ലാം നടക്കുന്നത് നവംബർ 23rd. ഓക്കെ, സോ NSC ആണ് ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു HBCSEയുടെ സൂപ്പർവിഷനിലാണ് നടക്കുന്നത്. HBSE ആണ് ഇങ്ങനെയുള്ള ഒളിമ്പ്യാഡ് ടൈപ്പ് ഓഫ് എക്സാംസിനൊക്കെ നമ്മൾക്ക് സൂപ്പർവിഷനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒളിമ്പ്യാഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യുന്നത് ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അവരുടെ അണ്ടറിലായിരിക്കും എല്ലാ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എൻ ഒഫീഷ്യൽ, ഇതെന്താണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേജ് നമുക്ക് നോക്കാം. നാഷണൽ സയൻസ് എക്സാമിനേഷൻ, അതിനെക്കുറിച്ചുള്ള സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. NSC കവേഴ്സ് 5 സബ്ജക്ട്. NSCയിൽ എന്തൊക്കെയുണ്ട്, 5 സബ്ജക്ട് ഉണ്ട്. ഏതൊക്കെയാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, അസ്ട്രോണമി ഉണ്ട്, ജൂനിയർ സയൻസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, അസ്ട്രോണമി, ഇതൊക്കെ 12th വരെയുള്ള സ്റ്റുഡൻസിൽ അല്ലെങ്കിൽ +1 +2 ആ ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് NSCPCBA എന്ന് പറയുന്ന ഈ ഒരു ലെവൽ ഓഫ് എക്സാംസ്. NSCJS 8, 9, 10 സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്നതാണ്. അപ് ടു 10th വരെ ആയിരിക്കും അവരുടെ ഏജ് ലിമിറ്റ്, അതുപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്. സോ നമുക്ക് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ജനറലി ഇൻക്ലൂഡ്സ് സ്റ്റുഡൻസ് എൻറോൾഡ് അപ് ടു ക്ലാസ് 12 ആണ് നമ്മൾക്ക് NSCP, NSCG, NSCC, NSCB ആൻഡ് NSCA എന്ന് പറയുന്ന ഈ 4 എക്സാംസിനും അപ് ടു 12 ആയിരിക്കും അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ NSCJSന് ബിലോ ആയിരിക്കും, ഒരു 10th വരെയാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. NSCJS സ്പെസിഫിക്കലി ഫോർ സ്റ്റുഡൻസ് അപ് ടു ക്ലാസ് 10 വരെയുള്ള സ്റ്റുഡൻസിനാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. പർട്ടിക്കുലർലി 8, 9, 10 സ്റ്റുഡൻസ് ആയിരിക്കും. അതിന് കുറച്ച് കാറ്റഗറി കാര്യങ്ങളും അതിന് കുറച്ച്
എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. 2011 2012 ആണ്, നമ്മൾ ഓൾറെഡി അതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എക്സാം ലാസ്റ്റിംഗ് അബൌട്ട് 2 hours, അതായത് 2 മണിക്കൂർ ആയിരിക്കും എക്സാം ഉണ്ടാവുക ഈ NSC എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജിൽ. ഇനി നമുക്ക് നോക്കാം സെക്കൻഡ് സ്റ്റേജ്, ദാറ്റ് ഈസ് ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ INO എക്സാമിനേഷൻ, സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദ ഇന്ത്യൻ സയൻസ് ഒളിമ്പ്യാഡ് പ്രോഗ്രാം. ദ എക്സാംസ് ആർ ജനറലി ഹെൽഡ് ഇൻ ഏർലി ഫെബ്രുവരി ആയിരിക്കും എക്സാം ഉണ്ടാവുക. ദ ഓൾ എക്സാംസ് ആർ 3 hour long, അതായത് എല്ലാ എക്സാംസും എന്തായിരിക്കും, ഏത് കാറ്റഗറി ഏത് സബ്ജക്റ്റ് ആണെങ്കിലും 3 മണിക്കൂർ ആയിരിക്കും എക്സാം ഉണ്ടാവുക. ഈ എക്സാമിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽഡ് അറ്റ് മൾട്ടിപ്പിൾ സെന്റേഴ്സ് അക്രോസ് ഇന്ത്യ ആൻഡ് ആർ കണ്ടക്റ്റഡ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ഹിന്ദിയിലും ഇംഗ്ലീഷിലും എന്ത് ചെയ്യുന്നുണ്ട് ഈ സബ്ജക്റ്റ് എല്ലാം, അതായത് നമ്മുടെ INOയിൽ വരുന്ന INPHO INCHO INBO INAO അല്ലെങ്കിൽ നമ്മുടെ ജൂനിയർ സയൻസിന്റെ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് ആയിട്ടുള്ള INJSO എന്താണ്, INJSO എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതാൻ പറ്റും. ഇനി ഇത് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ഇൻക്ലൂഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻ. അതായത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും. നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടാവുക. ബട്ട് ഇവിടെ എങ്ങനെയാണ്, ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും, ഷോർട്ട് ആൻസേഴ്സ് ഉണ്ടാവും, പ്രോബ്ലം സോൾവിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു സ്റ്റേജ് നോക്കുകയാണെങ്കിൽ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ് OCSC ആണ്. OCSCയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് തേർഡ് ആൻഡ് ക്രൂഷ്യൽ സ്റ്റേജ് ഇൻ ദ ഇന്ത്യൻ സയൻസ് ഒളിമ്പ്യാഡ് പ്രോഗ്രാം, അതായത് ഇന്ത്യൻ സയൻസ് ഒളിമ്പ്യാഡിന്റെ ക്രൂഷ്യൽ സ്റ്റേജ് ആണ് OCSC അല്ലെങ്കിൽ ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ് എന്ന് പറയുന്നത്. അറൌണ്ട് 35 to 50 ടോപ്പ് പെർഫോമിംഗ് സ്റ്റുഡൻസ് പെർ സബ്ജക്ട് ഇൻവൈറ്റഡ് ബേസ്ഡ് ഓൺ ദെയർ INO റിസൾട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദീസ് ഇന്റൻസീവ് 2 to 3 week ക്യാമ്പ്. അതായത് 2 മുതൽ 3 വീക്ക് വരെയുള്ള ഒരു ക്യാമ്പ് ആയിരിക്കും അത്. ആ ക്യാമ്പിൽ നമ്മൾ ഈ INO എന്ന് പറഞ്ഞല്ലോ അല്ലെ, ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് പറഞ്ഞല്ലോ, അതിൽ ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള 35 to 50 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് നമുക്കൊരു ഓരോ സബ്ജക്റ്റിലും ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ് ഇൻ OCSC ദ ഫൈനൽ ഇന്ത്യൻ ടീംസ് യൂഷ്വലി 4 to 6 സ്റ്റുഡൻസ്, അതായത് ഒരു 6 member ഗ്രൂപ്പ് ആയിട്ട് എന്ത് ചെയ്യും, അവരെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് OCSC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 35 to 50 ടോപ്പ് പെർഫോമിംഗ് സ്റ്റുഡൻസിനെ നമ്മൾ അവർ സെലക്ട് ചെയ്യുമെങ്കിലും അവർ ടോപ്പായിട്ട് സെലക്ട് ചെയ്ത് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡിലേക്ക് കൊണ്ടുപോകുന്നത് ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള 4 to 6 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 4 to 6 മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് കൊണ്ടുപോകുക. ഇനി നമുക്ക് നോക്കാം, ആർ സെലക്ടഡ് ടു റെപ്രസെന്റ് ദ കൺട്രി ഇൻ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്. ഓരോ സബ്ജക്റ്റിനും 4 to 6 ആയിട്ടുള്ള മെമ്പേഴ്സിനാണ് എന്ത് ചെയ്യുക, കൊണ്ടുപോകുക. സോ ഇതാണ് ക്രൂഷ്യൽ സ്റ്റേജ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് OCSC. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എന്താ പ്രീ ഡിപ്പാർച്ചർ ക്യാമ്പ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ് എന്ന് പറയുന്ന PDT എന്ന് പറയുന്ന സ്റ്റേജ് വരുന്നത്. അത് എല്ലാ ഒളിമ്പ്യാഡ്സിനും സെലക്ട് ചെയ്തില്ല, INO മാർക്ക് ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ OCSCയുടെ മാർക്ക് പെർഫോമൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു 6 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യും അല്ലെ. അവർക്ക് ഇന്റൻസ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ടൈമാണ് പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ് അല്ലെങ്കിൽ PDT എന്ന് പറയുന്നത്. ദ ഫൈനൽ പ്രിപ്പറേറ്ററി സ്റ്റേജ് ഫോർ ഇന്ത്യൻ ടീം സെലക്ടഡ് ടു റെപ്രസെന്റ് ദ കൺട്രി അറ്റ് ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡ്. അതായത് ഇന്റർനാഷണലി ഡിഫറെന്റ് ആയിട്ടുള്ള സയൻസ് ഒളിമ്പ്യാഡ് ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിലായിരിക്കും നടക്കുക. സോ ആ ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിൽ നടക്കുന്ന ഈ ഒരു സയൻസ് ഒളിമ്പ്യാഡിന് നമ്മളെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്ന ടീമിനെ ട്രെയിനിങ് കൊടുക്കുന്ന, അതായത് 1 to 2 വീക്സോളം ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ആ സ്റ്റേജ് ആണ് പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ് എന്ന് പറയുന്ന സ്റ്റേജ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടക്റ്റഡ് ഫോർ 1 to 2 weeks ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്. അതായത് ഇന്റർനാഷണൽ ഏത് ഒളിമ്പ്യാഡാണ്, സയൻസ് ഒളിമ്പ്യാഡ് ആണെങ്കിൽ, ജൂനിയർ സയൻസ് ഒളിമ്പ്യാഡ് ആണെങ്കിൽ അങ്ങനെ, ഇനി ഫിസിക്സ് ഒളിമ്പ്യാഡ് ആണെങ്കിൽ അങ്ങനെ, കെമിസ്ട്രി ഒളിമ്പ്യാഡ് ആണെങ്കിൽ അങ്ങനെ, നമ്മൾ നോക്കുന്ന സമയത്ത് IPHO ICHO IBO IAO IJSO എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഉണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസും ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിലാണ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്സ് എല്ലാം നടക്കുന്നത്. സോ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡിലേക്ക് പോകുന്ന ആ സ്റ്റുഡൻസിന് നമ്മൾ സെലക്ടഡ് ആയിട്ടുള്ള ആ 6 മെമ്പേഴ്സിനെ പ്രീ ഡിപ്പാർച്ചർ, അതായത് അവർ പോകുന്നതിൻ്റെ ഒരു 1 to 2 weeks മുന്നേ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇന്റൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്റൻസ് സ്റ്റേജ് ആണ് നമ്മൾ ഈ പറയുന്ന പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, യൂഷ്വലി അറ്റ് ദ ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ HBCSEയിൽ വെച്ചിട്ടായിരിക്കും ആ ഒരു ക്യാമ്പും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓൺലി ഫോർ ഫൈനൽ ഇന്ത്യൻ ടീം സെലക്ടഡ് ആഫ്റ്റർ OCSCയിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഫൈനൽ ടീമിന് മാത്രമായിരിക്കും എന്തുണ്ടാവുക ഈ പ്രീ ഡിപ്പാർച്ചർ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഓരോ സ്റ്റുഡൻസ്, അതായത് നമ്മൾ പ്രീ ഡിപ്പാർച്ചർ ക്യാമ്പ് കൂടി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേജ് കൂടി കഴിഞ്ഞിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള IPHO ICHO
IBHO, IBO, അതുപോലെ തന്നെ IAO, IJSO എന്ന് പറയുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നടക്കുന്ന എക്സാംസിന് എന്ത് ചെയ്യാം, നമ്മൾ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇത് 4 to 6 മെമ്പേഴ്സ് പോകുന്നത്. ഓക്കെ, സോ അതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കൺട്രീസിൽ വെച്ചിട്ടാണ് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്സ് എല്ലാം നടക്കുന്നത്. ഓരോ ഡിഫറെൻറ്റ് കൺട്രീസിൽ വെച്ചിട്ട് നമ്മുടെ ഇന്ത്യക്ക് ഓൾറെഡി നമുക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഈ വർഷം നമുക്ക് ഒരുപാട് ഗോൾഡ് മെഡൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. സോ അതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഒളിമ്പ്യാഡാണ്. സോ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡിന് പോകുന്നെങ്കിൽ ഇത്രയും അധികം സ്റ്റേജസ് നമ്മൾ കടന്നു പോകണം. ഇത്രയും അധികം സ്റ്റേജസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ സ്റ്റേജസ് ഉണ്ട്. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഈ നിങ്ങൾ ഇപ്പം 8th, 9th, 10th ഒക്കെ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ചില ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഇപ്പോൾ തന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ നിന്ന് എന്തിന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ബട്ട് നമ്മൾ പല സ്റ്റുഡൻസിനും നോക്കുകയാണെങ്കിൽ, നമ്മൾ പല സ്റ്റുഡൻസും ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡിന് പോകുന്ന പല സ്റ്റുഡൻസിനും നോക്കുകയാണെങ്കിൽ അവർ അവരുടെ ചെറിയ ക്ലാസ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഈ ഒരു ജേണിയിലേക്കുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് അവർ ചെറിയ ക്ലാസ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ സയൻസ് ഒളിമ്പ്യാഡൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഈവൻ ഇഫ് നിങ്ങൾ 8ാം ക്ലാസ്സിലാണെങ്കിലും 9ാം ക്ലാസ്സിലാണെങ്കിലും 10ാം ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ് എക്സാംസ് എഴുതുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ September 14th ലാസ്റ്റ് ഡേറ്റ് വരുന്നത് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാവരും September 14th മുമ്പേ തന്നെ ആയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാം, എല്ലാവരും പ്രാക്ടീസും ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ 8th, 9th, 10th അത് നിങ്ങൾക്ക് 8th, 9th എഴുതിയിട്ടുണ്ടെങ്കിൽ 10th നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും നിങ്ങളെ ഒളിമ്പ്യാഡ് എക്സാം എഴുതുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. യു ഹാവ് ടു സ്റ്റാർട്ട്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ പല എക്സാംസിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഒരു 10th ലെവലിലോ അല്ലെങ്കിൽ ഒരു 9th ലെവലിലോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. ഓക്കെ, സോ ഗ്രാജുവൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഇതിൽ വേണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ NSCJSന് 8, 9, 10 സ്റ്റുഡൻസിന് ഫ്രീ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അവർക്ക് വീഡിയോസും DPP ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു NSCJSുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു NSCJSന് വേണ്ടിയിട്ട് നമ്മൾ 2025 NSCJSന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു ചോദിച്ചിട്ടുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള കാര്യം DPP കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഉടൻ തന്നെ വരുന്നതാണ്. ലൈവ് ഡൗട്ട് സോൾവിങ് സെഷൻസും വരാനുണ്ട്. നമ്മൾ അറ്റ് ലാസ്റ്റ്, അതായത് നവംബർ ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ലൈവ് ഡൗട്ട് സോൾവിങ് സെഷൻസ് വരുന്നുണ്ട്. എക്സ്പെർട്ട് ക്യൂറേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യാം, എല്ലാവരും NSCJSന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള X&Yയുടെ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യും.